ഉം. അതെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹീതമായ സന്ധ്യാസമയം എല്ലാവരെയും ദൈവനാമത്തിൽ ഈ നോമ്പ് ദിന പ്രാർത്ഥനയിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് വിശുദ്ധ വാരത്തിലെ രണ്ടാമത്തെ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക്, ചൊവ്വാഴ്ച പ്രാർത്ഥനയിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 4-5 ആഴ്ചകളായി ഇപ്രകാരം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയിലായിരിക്കാനും ദൈവ കൃപ അനുഭവിപ്പാനും ഒക്കെ ദൈവം സഹായിച്ചു. ആ വലിയ കൃപയ്ക്കായിട്ട് പ്രത്യേകമായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവെ, അനുഗ്രഹീതമായ സന്ധ്യയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കഴിഞ്ഞ പകൽക്കാലം അവിടുത്തെ കൃപയിൽ ഞങ്ങളെ നടത്തിയതിനായി, പരിപാലിച്ചതിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ വരാമായിരുന്ന എല്ലാ ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ സൂക്ഷിച്ചു പരിപാലിച്ചു. അവിടുത്തെ കൃപയിൽ ഞങ്ങളെ വഴി നടത്തിയ നന്മയ്ക്കായിട്ട് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഈ വിശുദ്ധ വാരത്തിലൂടെ ഞങ്ങൾ സഭയായിട്ട് കടന്നു പോകുന്നു. പ്രത്യേകിച്ച് ഈ ആഴ്ചകളിലെ വിശുദ്ധ ആരാധനകളുടെ ഓർക്കുന്നു. പെസഹ വ്യാഴാഴ്ചയുടെ ആരാധന, വലിയ വെള്ളിയാഴ്ച ആരാധന, ഈസ്റ്റർ ആരാധന. കർത്താവെ, ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ സംബന്ധിച്ച് ഒരുപാട് ചരിത്രപരമായ പ്രാധാന്യമുള്ള ദിനങ്ങളാണല്ലോ, ആരാധനകളാണല്ലോ, കൂട്ടായ്മകളാണല്ലോ ഇത്. അതിലേക്കൊക്കെ വേണ്ടി വിശ്വാസത്തോടു കൂടെ ഒരുങ്ങുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഈ നാളുകളിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിനോട് ഏറ്റവും അടുത്ത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളെക്കുറിച്ചും കഷ്ടാനുഭവങ്ങളെക്കുറിച്ചുമൊക്കെ ആഴമായി ചിന്തിച്ചും പഠിച്ചും മനസ്സിലാക്കിയും ഒക്കെ ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ കൂട്ടായ്മയിൽ അവിടുത്തെ കൃപ കൂടെ ഇരിക്കണമേ. പ്രത്യേകിച്ച് ഇന്നത്തെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർക്കുന്നു. എൻ്റെ മക്കളെയെല്ലാം അവിടുത്തെ കരങ്ങളിൽ അവിടുന്ന് സൂക്ഷിച്ച് പരിപാലിച്ച് വഴി നടത്തണമേ. അവരേറ്റെടുത്തിരിക്കുന്ന ശുശ്രൂഷകളൊക്കെ കർത്താവെ നന്നായിട്ട് നിർവഹിപ്പാൻ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ വരും കാലങ്ങളിൽ കർത്താവെ സഭയുടെ ശുശ്രൂഷകളിലൊക്കെ ശക്തമായി കർത്താവെ മുൻപോട്ട് വരുവാൻ, സഭയുടെ ശുശ്രൂഷകൾക്കൊക്കെ നേതൃത്വം കൊടുപ്പാൻ അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ സഭ എല്ലാവരുടെയും സഭയായി ദൈവം തന്നിരിക്കുന്ന താലന്തുകൾ ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി കർത്താവെ ഒരുമിച്ച് വിനിയോഗിക്കുന്നവരായിരിക്കാൻ ഇടയാക്കണം. ഇന്നത്തെ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കൂട്ടായ്മയുടെ ആദ്യയുടെ അവസാനം തിരുസാന്നിധ്യത്താൽ നിറയ്ക്കണമേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്നേഹവന്ദനം, സന്ധ്യാവന്ദനം, സ്വാഗതം. ഇന്നത്തെ നമ്മുടെ നോമ്പ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത് സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളാണ്. അവരാണിന്ന് നമ്മുടെ പ്രാർത്ഥനയുടെ ഓരോരോ ഭാഗങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. പാട്ടുപാടുന്നത് അലീനയും ആൽബിനും ചേർന്നാണ്. അതിനുശേഷം സങ്കീർത്തനം വായിക്കുന്നത് ഡാവിയ കോശി. പ്രത്യേകിച്ച് ഇവരെ എല്ലാം സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥിക്കുന്നത് അഭയിൽ. ഇപ്പോൾ ആൽബിനും അലീനയും ചേർന്ന് പാട്ട് ലീഡ് ചെയ്യും. അതിനുശേഷം ഡാവിയ കോശി സങ്കീർത്തനം വായിക്കും, സാം 102. Good evening, Acha.
കേൾക്കുന്നുണ്ടോ? യെസ് യെസ്. ഓക്കെ, ഫസ്റ്റത്തെ പാട്ട് പാടുന്നത് ക്രൂശിൻ നിഴലിൽ. ക്രൂശിൻ നിഴലിൽ നീറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം. വീഴും വഴിയിൽ താഴും ചുഴിയിൽ മിഴി തേടി നിൻ രൂപം. ഇടം വലവും ഇരുൾ പെരുകി ഇല്ല വേറൊരാളെന്നെ ഒന്നു താങ്ങുവാൻ നാഥാ. ഇല്ല വേറൊരാളെന്നെ ഒന്നു താങ്ങുവാൻ നാഥാ. ക്രൂശിൻ നിഴലിൽ നീറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം. സിയോൻ വഴിയിൽ സ്നേഹം തിരഞ്ഞ് ഒരു പാട് നീന്തി ഭാരം ചുമന്നും രോഗം സഹിച്ചും മിഴിനീരതോകി ഞാൻ ഉള്ളിൽ കുരുങ്ങി തേങ്ങി കരയും ഒരു പാവമാണേ ഞാൻ. എന്നെ തിരക്കി തേടി വരുവാൻ പ്രിയനേ യേശു നീ മാത്രം. ക്രൂശിൻ നിഴലിൽ നീറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം. ന്യായം ശ്രവിക്കാൻ ആളില്ലാതായി ഞാൻ എൻ്റെ നാവടക്കി വിളിക്കും വേദിയില്ലാതായി വിധിയേറ്റുവാങ്ങി ഞാൻ. പിഴ നിരത്തി തോളിൽ ചുമത്താൻ പ്രിയ സ്നേഹിതരും ചേർന്നു എന്നെ കുരുക്കാൻ തീർത്ത കെണികൾ പ്രിയനേശു വേദിച്ചു. ക്രൂശിൻ നിഴലിൽ നീറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം. വീഴും വഴിയിൽ താഴും ചുഴിയിൽ മിഴി തേടി നിൻ രൂപം. ഇടം വലവും ഇരുൾ പെരുകി ഇല്ല വേറൊരാളെന്നെ ഒന്നു താങ്ങുവാൻ ഇല്ല വേറൊരാളെന്നെ ഒന്നു താങ്ങുവാൻ നാഥാ. അടുത്ത പാട്ട് ക്രൂശിന്മേൽ ക്രൂശിന്മേൽ കാണുന്നതാരിത. ക്രൂശിന്മേൽ ക്രൂശിന്മേൽ കാണുന്നതാരിത. പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കാകുന്നു. പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കാകുന്നു. ആത്മാവേ ഭാവത്തിൽ കാഴ്ച നീ കാണുക. ദൈവത്തിൻ പുത്രനീ ശാപത്തിലായല്ലോ. ദൈവത്തിൻ പുത്രനീ ശാപത്തിലായല്ലോ.
ഇത്രമാം സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കല്ലേ ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കല്ലേ പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനെന്നും ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനെന്നും കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ ആത്മാവേ ഓർക്കനീ ഈ മഹാസ്നേഹത്തെ ദൈവത്തിൻ പുത്രനീ സാധുവേ സ്നേഹിച്ചു ക്രൂശിന്മേൽ കാണുന്ന ദാരിദ്ര്യ പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കാകും പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കാകും താങ്ക് യു അച്ഛാ. താങ്ക് യു ആൽബിൻ ആൻഡ് അലീന. നന്നായി പാടി. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഡാവിയ കോശി സങ്കീർത്തനം വായിക്കും. Psalm 102 will be read by Davia Koshi. അച്ഛാ കേൾക്കുന്നുണ്ടോ? Kekam, yes. Today's psalm reading is taken from Psalm 102. Hear my prayer, Lord. Let my cry for help come to you. Do not hide your face from me when I am in distress. Turn your ear to me when I call. Answer me quickly, for my days vanish like smoke. My bones burn like glowing embers. My heart is blighted and withered like grass. I forget to eat my food. In my distress, I groan aloud and am reduced to skin and bones. I am like a desert owl, like an owl among the ruins. I lie awake. I have become like a bird alone on a roof. All day long, my enemies taunt me. Those who rail against me use my name as a curse. For I eat ashes as my food and mingle my drink with tears. Because of your great wrath, for you have taken me up and thrown me aside. My days are like the evening shadow. I wither away like grass. But you, Lord, sit enthroned forever. Your reign endures through all generations. You will arise and have compassion on Zion, for it is time to show favor to her. The appointed time has come. For her stones are dear to your servants, for her very dust comes to pity. The nation will fear the name of the Lord. All the kings of the earth will revere your glory, for the Lord will rebuild Zion and appear in his glory. He will respond to the prayer of the destitute. He will not despise their plea. Let this be written for a future generation,
that a people not yet created may praise the Lord. The Lord looked down from his sanctuary on high. From heaven he viewed the earth to hear the groans of the prisoners and release those condemned to death. So the name of the Lord will be declared in Zion and his praise in Jerusalem. When the peoples and the kingdoms assemble to worship the Lord, in the course of my life, he broke my strength, he cut short my days. So I said, do not take me away, my God, in the midst of my days. Your years go on through all generations. In the beginning, you laid the foundation of the earth, and the heavens are the work of your hands. They will perish, but you remain. They will all wear out like a garment. Like clothing, you will change them, and they will be discarded. But you remain the same, and your years will never end. The children of your servants will live in your presence. Their descendants will be established before you. Here ends the psalm reading. Thank you, Davia. Thank you for beautifully reading the psalm. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് അല്പസമയം നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ഏകാഗ്രമാക്കാം. പ്രത്യേകിച്ച് നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മളെ തന്നെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം, താഴ്ത്തി സമർപ്പിക്കാം. നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ പ്രയാസങ്ങളെല്ലാം ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. പ്രത്യേകിച്ച് ഒരു നോമ്പ് നാളുകളുടെ അവസാന സമയത്തേക്ക് നമ്മൾ ആയിരിക്കുന്നു. നമ്മൾ പെസഹ വ്യാഴാഴ്ചത്തെ ആരാധന, അതുപോലെ ദുഃഖവെള്ളിയാഴ്ച ആരാധന, ഈസ്റ്റർ, ഈ സുപ്രധാന ആരാധനാ ദിനങ്ങളിലേക്കൊക്കെ നമ്മൾ അടുക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ശുശ്രൂഷകളെയൊക്കെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ക്രിസ്തുവുമായി ദൈവവുമായി കൂടുതൽ അടുക്കുവാനും ദൈവത്തെ ആഴമായിട്ട് അടുത്തറിയുവാനും ഈ കൂട്ടായ്മകളിലൂടെ കൂടിവരവുകളിലൂടെ ദൈവം നമ്മളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ സഭയുടെ നന്മയ്ക്ക് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സഭയുടെ ആത്മീയവും ഭൗതികവുമായ ആവശ്യങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. ദൈവം നമ്മുടെ ആവശ്യങ്ങളെയൊക്കെ അറിഞ്ഞ് ദൈവം തൻ്റെ കൃപയാൽ നമ്മുടെ നടത്തണമേ, നമ്മളെ പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ഓർക്കാം. നമ്മുടെ സഭയിലെ എല്ലാ ഭവനങ്ങളെയും നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് നമ്മുടെ സഭയിലെ പ്രായമായിരിക്കുന്ന നമ്മുടെ എല്ലാ അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും അങ്കിളുമാരെയും ആൻറ്റിമാരെയും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, അവരുടെ ബലത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, അവരുടെ സുഖത്തിന് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് രോഗക്കിടക്കയിലായിരിക്കുന്നവരെ ഓർക്കാം. അവർക്കൊക്കെ ദൈവം ആശ്വാസവും സൗഖ്യവും കൊടുക്കണമേ, വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. മറ്റ് രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ക്യാൻസർ രോഗമുള്ളവര്, അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ഉള്ളവര്, ഡയാലിസിസ് ചെയ്യുന്നവര്, പലവിധമായ സർജറി കഴിഞ്ഞ് വിശ്രമിക്കുന്നവര്, മറ്റ് രോഗത്തിൻ്റെ പ്രയാസത്താൽ ഭാരപ്പെടുന്നവരെ എല്ലാം നമുക്ക് ഓർക്കാം. ദൈവം അവർക്കൊക്കെ സൗഖ്യവും ആശ്വാസവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ദൈവം ബുദ്ധിയും ശക്തിയും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഉയർന്ന ക്ലാസ്സുകൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകം ഓർക്കാം. പഠനവുമായി ബന്ധപ്പെട്ട് ദൂരസ്ഥലങ്ങളിലൊക്കെ ആയിരിക്കുന്ന നമ്മുടെ മക്കളെയും സഹോദരങ്ങളെയും എല്ലാം നമുക്ക് ഓർക്കാം. അവരായിരിക്കുന്ന ഇടത്ത് ദൈവം അവരെ നടത്തണമേ, അവരുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വിവാഹപ്രായമെത്തിയ കുഞ്ഞുങ്ങളെ ഓർക്കാം. പഠനമൊക്കെ കഴിഞ്ഞ് ജോലിയിൽ പ്രവേശിക്കുന്ന, ജോലിയിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം അവർക്കൊക്കെ നല്ല ഉപജീവന മാർഗങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ജോലി ഇല്ലാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർക്കാം. ദൈവം അവർക്കൊക്കെ ജോലി നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം അവരുടെ ആഗ്രഹങ്ങളെയൊക്കെ മാനിച്ച് അവർക്ക് കുഞ്ഞുങ്ങളെ നൽകി തലമുറകളെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ജീവിതത്തിലെ പലവിധമായ പ്രയാസങ്ങളിലൂടെ
സംഘർഷങ്ങളിലൂടെ, ദുഃഖങ്ങളിലൂടെ, ആവശ്യങ്ങളിലൂടെ കടന്നു പോകുന്നവരെ പ്രത്യേകം നമുക്ക് ഓർക്കാം. ദൈവം അവരുടെ ആവശ്യങ്ങളിലൊക്കെ കൂടെയിരിക്കണമേ, ദൈവകൃപയാൽ അവരെ എല്ലാം നയിക്കണമേ, നടത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ലോക സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യുദ്ധങ്ങളൊക്കെ നിലയ്ക്കുവാനും ലോകം സമാധാനത്തിൽ പുലരുവാനും ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. CSI സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് എല്ലാ മിഷണറിമാർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ശുശ്രൂഷകൾ നിർവഹിക്കുന്ന എല്ലാവരെയും ദൈവം ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇന്നത്തെ ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെ നമുക്ക് ഓർക്കാം, അവരുടെ ജീവിതത്തെ ഓർക്കാം, അവരുടെ ശുശ്രൂഷകളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ വിഷയങ്ങളെയും നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഇപ്പോൾ ഈ വിഷയങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് അഭയില് പ്രാർത്ഥിക്കും. Let's pray. Lord, our Heavenly Father, thank you for blessing us with yet another day in our lives. Tonight, as we come together to give thanks and praise to you, I pray that you may open our hearts to hear your word. We pray for our church and all our members, especially the elderly. I pray for their good health and happiness. Please give them your strength in their old age. Lord, I also pray for all those who are preparing for their exams. Please give them your knowledge, and I commit all those who are going through challenges in their lives. Please be their strength and offer them comfort. Lord, we pray for our country and our people. We pray for peace in the world. Please end wars, famine, and hardships. We pray that there may be peace and harmony among all people and countries. Lord, we pray this in your holy and mighty name. Amen. താങ്ക് യു അഭയിൽ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമ്മളോട് ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നത് നമ്മുടെ സഭാംഗമായിരിക്കുന്ന നീന സൈബാളാണ്. Thank you, Nina, for volunteering to deliver the word of God today. So I invite you, I welcome you to lead the meditation for today. Over to Nina Saibal. Kelkam, yes. Kekam. Yes. Father God, we thank you for this wonderful evening. Father God, fill me with the Holy Spirit to meditate your word and speak your word. Let's start. Ephesians chapter 6:18, which say, and prayer in the Spirit, or on all occasions with all kind of prayers and requests. With this in mind, be alert and always keep on praying for all Lord's people. On Ash Wednesday, Achan's sermon was on the people's prayer. Why people pray? People pray for the different purpose and intention. Today I want to say Jesus pray and its purposeful prayer. Author Philippians wrote a book. Does prayer make any difference? He answered first and foremost important question, that why pray? If we ask this question, we have different answers. Some people needs to be met, some health issue, some family, so many things we take important and we pray. But author answer this in very simple way. He said, I pray because Jesus prayed. Isn't it wonderful? Jesus prayed, so I prayed. We know Jesus often prayed. In fact, his entire life was full of prayers. He started his ministry when he was baptized. Bible tells us he prayed and heaven opened and Holy Spirit came upon him as a dove.
At the cross, he was dying. He prayed, Father, into your hands I commit myself. Throughout his life, he was praying. He got up early in the morning to pray. Some days he prayed whole night before he chose the 12 disciples on the Mount of Transgression. He prayed, and his clothing and his face all changed. Disciple, observing Jesus praying, asked him, Jesus, how to pray? They never asked how to preach or how to heal. Nothing they said. They said, Master, teach us to pray. And we have that beautiful prayer to which we call Lord's Prayer. But actually, it is disciples' prayer. Prayer really we read today is actually Lord's Prayer. It is the one of the greatest prayer ever prayed. It is the greatest prayer ever recorded that Jesus prayed on the night before he crucified. This chapter is actually John 17, is called the Holy of the Holy of the New Testament because it allows us to have a prayer. How wonderful it would for us to listen to Jesus' prayer. We love to have very important holy people pray for us. Pray for us. But how beautiful would be if Jesus pray for us. This passage actually tells us Jesus prayed for us. Bible tells us even today he is praying for us. If we look to this chapter, John 17, it is deeply divided into 3. It says, Jesus prayed for himself, Jesus prayed for his disciple, and Jesus prayed for all believers, including you and me. And Jesus taught us why we pray. The first reason why pray is for us to recognize his perspective in every situation. We think prayer is for us to get answer for all the requests. No, but prayer is for us to recognize the God perspective in every situation. This prayer Jesus is making is actually named after he celebrated Passover with his disciple. He taught them many things. He said, I am the way and truth. I am the vine. You are the branches. After he said all these things, he prayed as if he said, I had given you sermon. Now it is time for closing prayer. It was something like that. He said beautiful prayer because Jesus is going to face the greatest challenge in his life. He was going to face betrayal by his friend. He was going to face trials, unjust trials, spitting on his face, crucifixion, and even separation from his Father. That was the challenge Jesus was facing. Jesus' prayer was, God, want to see your perspective in the challenge. John chapter 17, verse 1. Father, hour has come, glorify your Son, that your Son be glorified you. God challenge in every perspective situation, that God will be glorified. Isn't Jesus teached us, pray hallowed by thy name? That is the prayer Jesus wants us to pray. Glorify yourself in situation in where I am, and Jesus did. God did and glorify Jesus. And Jesus glorified himself. Philippians chapter 2, 6 to 11. It tells us Jesus glorified and God who began in every nature. God did not consider equality with God something to be used to his own advantage. Rather, he made himself nothing by taking in every nature of servant, being made in human likeness. Appearance as a man, he humbled himself by obedient unto death on a cross. God highly exalted him, ensuring every knee shall bow and tongue confess Jesus Christ is the Lord. Therefore,
God given him a name above every name. At the name of Jesus, everyone will bow, everyone will confess Jesus is the God. How do we glorify the God? Psalm 86:12 says, we glorify God with our words. I will praise you, God, with all my heart. I will glorify you forever. In every challenging situation, we should glorify God. The first purpose of prayer that Jesus prayed, that God perspective in all our challenges, we should glorify the God. The second purpose of prayer, Jesus is to help us to experience the God's protection. John chapter 17:11, it say, now I am no longer in the world. He prays, Holy Father, keep them through your name, those whom you have given me. Keep them away from the evil of this world. Sanctify them by your truth. Jesus prayed for the physical protection. Holy Father, keep them through your name. We wonder what type of protection it was. All the apostles except John did. All of them abused, suffered, rejection, hardship, tortured. Did God answer that prayer? Did God protected apostle as he prayed? Yes, he did. He protected them from the evil. He protected them to be faithful until the death. God will protect us to be holy through his word. Jesus' prayer is for our preservation from the wiles of our enemy and from the eternal death. In many homes, we pray Psalm 91 and 121. Let us abide. Psalm 121, which say, while going out, but one mother prayed this prayer every time when children went out of it from the when children went out. It is from the Psalm 1. Let my children do not walk in the counsel of the wicked, nor stand in the way of sinner, nor sit in the seat of mockers, but his delight is in a law of Lord, and on the law he meditates day and night. So first purpose of the prayer is in Jesus is to recognize the God perspective and glorify the God. The second purpose of the Jesus prayer is to experience the God protection. The last purpose of Jesus prayer is to prepare us to be the God's people. John 17:18 say, as you sent me in the world, I have sent them into the world. In Matthew 28:20, teaching them to obey everything I have commanded you. After all, the disciple segregated everywhere to spread the gospel, everywhere preaching the word of the God. God is calling to be his disciple and to be his people and to be his witness. Can we a part of it and ask ourselves what I can do for the mission of the gospel on this holy week? Those who know you but do not know the Christ should be known the Christ because they know you. This prayer is very this prayer is very powerful. It is like that. ദൈവമേ എന്നെ അനുഗ്രഹിക്കണേ, അതിന്റെ അതിരുകളെ വിസ്താരമാക്കണമേ, അങ്ങയുടെ കരങ്ങൾ എന്നെ തൊടണമേ, എന്നെ ആപത്തുനിന്ന് കാത്തുകൊള്ളണമേ. So God have given many prayer in the Bible, so we should follow the Christ and pray like him in whatever matter, whatever challenges we have in our life. Thank you, Lord, for filling me with the Holy Spirit. താങ്ക് യു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ രാത്രിക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, ഈ നോമ്പ് നാളുകളിലെ പ്രത്യേകിച്ച് വിശുദ്ധ വാരത്തില് ഈ ചൊവ്വാഴ്ച ദിവസം ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി കർത്താവെ പലയിടങ്ങളിൽ ഇരുന്നു കൊണ്ട് കൂട്ടായ്മ അനുഭവിപ്പാനായിട്ട് അവിടുന്ന് സഹായിച്ചതിനായിട്ട് സ്തോത്രം. പ്രിയ പിതാവേ,
ഈ രാത്രിയിൽ കർത്താവെ, ഞങ്ങളുടെ ഇടയിൽ വ്യാപരിക്കുന്ന എല്ലാ ദൈവകൃപകൾക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു. വിശേഷിച്ച് ഞങ്ങളുടെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരേറ്റെടുത്ത കാര്യങ്ങളൊക്കെ നന്നായി ചെയ്യുവാൻ അവരെ അവിടെ ഇടയാക്കിയല്ലോ. ആ വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾ കർത്താവെ, ഒരു നാളും നഷ്ടപ്പെട്ടു പോകാതെ എല്ലാ കാലവും വിശ്വാസമുള്ളവരായി നിന്റെ സാക്ഷികളായി ജീവിപ്പാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാവരെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ നീനയിലൂടെ കേൾപ്പിച്ച ദൈവവചനത്തിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് യേശുവിൻ്റെ പ്രാർത്ഥനയുടെ പ്രത്യേകതയെക്കുറിച്ച് രാത്രിയിൽ ഞങ്ങളെ കേൾപ്പിച്ചതിനായിട്ട് സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ ചിന്തകൾ, ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ നടത്തിപ്പ് കർത്താവെ അനുഭവിപ്പിക്കുന്ന ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയിൽ കർത്താവെ ഞങ്ങൾക്ക് ഓഹരി ഉള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ക്രിസ്തുവിൻ്റെ കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. എൻ്റെ മകളെ അതിനെ സംസാരിപ്പാൻ അവിടുന്ന് ബലപ്പെടുത്തിയതിനായിട്ട് സ്തോത്രം. തുറന്നോടത്തെ കൃപയിൽ സൂക്ഷിക്കണമേ. കർത്താവ്, ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് കർത്താവ്, ഞങ്ങളുടെ പെസഹ വ്യാഴാഴ്ചത്തെ ആരാധനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അത് ഏറ്റവും അനുഗ്രഹമായിരിക്കാനും കർത്താവെ കഴിവുള്ളിടത്തോളം ആളുകൾ ആ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിപ്പാനും അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദുഃഖവെള്ളിയാഴ്ച ആരാധനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, അങ്ങയുടെ ക്രൂശിലെ മൊഴികളെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുന്ന ദിവസമാണല്ലോ. ഈ ധ്യാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾ കർത്താവെ നല്ല പ്രാർത്ഥനയോടുകൂടെ അതിനുമൊക്കെ പഠിച്ച് ധ്യാനിച്ച് ഒരുക്കത്തോടുകൂടെ കർത്താവെ ജീവിത അനുഭവത്തിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ ക്രൂശിലെ മൊഴികളെ പറയുവാനായിട്ട് അവിടെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ശനിയാഴ്ചത്തെ ഞങ്ങളുടെ പാഷൻ റിസൈറ്റലിനെ ഓർക്കുന്നു. അതിൽ പങ്കെടുക്കുന്ന കർത്താവെ എല്ലാ മക്കളെയും പയറുകാരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവയുടെ ശുശ്രൂഷ അത് ഏറ്റവും അനുഗ്രഹമായിരിക്കാൻ അവിടുന്ന് ഇടയാക്കണമേ. അവരുടെ പാട്ടുകളിലൂടെ കർത്താവിനെ അടുത്തറിയുവാൻ ഇടയാക്കണം. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന പരിശീലിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് ആശീർവദിക്കണമേ. ഞങ്ങളുടെ ഈസ്റ്റർ ദിവസത്തെ ആരാധനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, രാവിലത്തെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായിരിക്കാൻ അവിടുന്ന് സഹായിക്കണം. കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് സ്നേഹത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആശംസിപ്പാൻ അവിടുന്ന് സഹായിക്കണം. കർത്താവ്, പ്രത്യേകിച്ച് 12-ാം തീയതി നടക്കുന്ന ഞങ്ങളുടെ പാരിഷ് പള്ളിയുടെ ഡെഡിക്കേഷൻ ഡേയുടെ ആനിവേഴ്സറിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് കടന്നു വരുന്ന വില്യം എബ്രഹാം അച്ഛന് വേണ്ടി, അച്ഛമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ കൂട്ടായ്മ ഏറ്റവും അനുഗ്രഹമാകണമേ. കർത്താവ്, കഴിഞ്ഞ ഒരു വർഷക്കാലം ഞങ്ങളെ സഭയായിട്ട് നടത്തിയതിനായി സ്തോത്രം. ദൈവം, ഞങ്ങൾ നാളെ ഒരു പുതിയ മാസത്തിലേക്ക് പ്രവേശിക്കുന്നു. കർത്താവെ, ഒരുക്കത്തോടുകൂടെ ദൈവകൃപയോടുകൂടെ ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ നടത്തിയ ദൈവം ഇനിയും നടത്തുവാൻ മതിയായവനാണ്, ശക്തനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് നിന്റെ കാര്യങ്ങളിൽ ആശ്രയിച്ച് മുൻപോട്ട് ജീവിപ്പാനായിട്ട് ഇടയാക്കണമേ. കർത്താവ്, രാത്രിയിൽ ഈ പ്രാർത്ഥനയിൽ സംബന്ധിച്ച പ്രിയപ്പെട്ട മക്കളെ എല്ലാം ഏൽപ്പിക്കും. അവരായിരിക്കുന്ന ഇടങ്ങളിൽ അവരെ അവിടുന്ന് സന്ദർശിക്കണമേ. ദൈവമേ, അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ജീവിതാവസ്ഥയിൽ അവിടുന്ന് കാക്കണം. പ്രത്യേകിച്ച് നാളത്തെ വൈകുന്നേരത്തെ പ്രാർത്ഥനയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നാളത്തെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന യങ് കപ്പിൾസ് ഫെലോഷിപ്പിനെ ഓർക്കുന്നു. കർത്താവെ, ശുശ്രൂഷകൾ ഏറ്റെടുത്തിരിക്കുന്നവരൊക്കെ അത് ഭംഗിയായി നിർവഹിപ്പാൻ ഇടയാക്കണമേ. ദൈവമേ, രാത്രിയിൽ ഒരിക്കൽ കൂടെ ഞങ്ങൾക്ക് ലഭിച്ച നല്ല കൂട്ടായ്മയ്ക്കായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കാതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നു, ആമേൻ. നമ്മുടെ കർത്താവും പ്രിയരക്ഷിതാവുമായ യേശു മശിഹായുടെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം ഓർത്ത് പ്രാർത്ഥിച്ച വിഷയങ്ങളോട് നമ്മളെല്ലാവരോടും കൂടെ ഇന്നുമല്ല ഇപ്പോഴും വസിക്കുമാറാകട്ടെ, ആമേൻ. ദൈവത്തിന് സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ഈ നോമ്പ് വിശുദ്ധ വാരത്തിലെ 2-ാം ദിനത്തിൽ പ്രാർത്ഥനയിൽ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദി ഞാൻ ഈ സമയത്ത് വ്യക്തിപരമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് പാട്ടുകൾക്ക് നേതൃത്വം നൽകിയത്, ഇന്നത്തെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയത്, പ്രസംഗം ഒഴിച്ച് നേതൃത്വം നൽകിയത് സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളാണ്.
പാട്ടുകൾ പാടിയത് അലീനയും ആൽബിൻ നിഷാന്തും ചേർന്ന നിഷാന്തിൻ്റെ മക്കള്. പ്രത്യേകിച്ച് അവരോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. സങ്കീർത്തനം വായിച്ചത് ഡാവിയ കോശി, ഡാവിയോടുള്ള നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥിച്ചത് അഭയിൽ, അഭയിലിനോടുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനിയും ഭാവിയിലും ചെയ്യാനായിട്ട് ദൈവം അവരെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിച്ചത് നീന സൈബാളാണ്. പ്രത്യേകിച്ച് നീന ധൈര്യത്തോടെ താല്പര്യത്തോടെ മുൻപോട്ട് കടന്നു വന്നു. പ്രത്യേകിച്ച് നീനെ അഭിനന്ദിക്കുന്നു. നീനയോടുള്ള നന്ദി എല്ലാവരുടെയും പേരിൽ അറിയിക്കുന്നു. ഈ വരുന്ന ദിവസത്തെ ശുശ്രൂഷകളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. നാളെ വൈകിട്ടും ഓൺലൈൻ പ്രെയർ ഉണ്ടാവും. അത് നേതൃത്വം നൽകുന്നത് നമ്മുടെ യങ് കപ്പിൾസ് ഫെലോഷിപ്പ് ആയിരിക്കും. വ്യാഴാഴ്ച വൈകിട്ട് 7 മണിക്കാണ്, ശ്രദ്ധിക്കണം, വ്യാഴാഴ്ച വൈകിട്ട് 7 മണിക്കാണ് പെസഹ വ്യാഴാഴ്ചത്തെ ആരാധന നമ്മുടെ ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടുന്നത്. ദയവായിട്ട് എല്ലാവരും കഴിയുന്നിടത്തോളം ആളുകൾ അന്നത്തെ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. വെള്ളിയാഴ്ച രാവിലെ 9 മണിക്കാണ് നമ്മുടെ വലിയ വെള്ളിയാഴ്ച ശുശ്രൂഷ ആരംഭിക്കുന്നത്. കർത്താവിൻ്റെ ക്രൂശിലെ 7 മൊഴികളെ ആസ്പദമാക്കിയുള്ള പ്രസംഗങ്ങൾ ഉണ്ടാകും. അത് നമ്മുടെ സഭയിലുള്ള പ്രിയപ്പെട്ടവരായിരിക്കും അതിന് നേതൃത്വം നൽകുക. എല്ലാവരും അതിൽ പ്രാർത്ഥനയോടെ സംബന്ധിക്കണം. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടെ അവസാനിക്കും. എല്ലാവർക്കും വരുന്നവർക്കൊക്കെ ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ടാകും. ശനിയാഴ്ച വൈകിട്ട് 4:30 നമ്മൾ പാഷൻ റിസൈറ്റൽ ക്രമീകരിക്കുന്നു. നമ്മുടെ ചർച്ചിൻ്റെ കൊയറും ഹൈടെക് സിറ്റിയിലുള്ള ഗായക സംഘവും ചേർന്നാണ് സംയുക്തമായിട്ടാണ് സഭയുടെ ആഭിമുഖ്യത്തിൽ അത് നടക്കുന്നത്. അവരത് പരിശീലിച്ചു കൊണ്ടിരിക്കുന്നു. അതൊരു നല്ല അനുഭവമായിരിക്കും. വളരെ ചുരുങ്ങിയ നേരത്തേക്കുള്ള 1 മണിക്കൂർ നേരത്തെ 1.25 മണിക്കൂർ നേരത്തേക്കുള്ള ശുശ്രൂഷകൾ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് കഴിയുന്നിടത്തോളം ആളുകൾ എല്ലാവരും ഈ ശനിയാഴ്ച വൈകിട്ട് 4:30 നമുക്ക് നേരത്തെ അവസാനിപ്പിക്കണം. പിറ്റേന്ന് രാവിലെ 7:30 സർവീസ്. അതുകൊണ്ട് കഴിയുന്നിടത്തോളം ആളുകൾ ഈ പാഷൻ റിസൈറ്റലിലും വന്ന് സംബന്ധിക്കണം. അത് ശനിയാഴ്ച വൈകിട്ട് 4:30 നമ്മുടെ ഈസ്റ്റർ സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത് ഞായറാഴ്ച രാവിലെ 7:30 മണിക്കാണ്. അന്നും കഴിയുന്നിടത്തോളം ആളുകൾ പങ്കെടുക്കണം. മറ്റുള്ളവരെ കൂടെ പങ്കെടുക്കാനായിട്ട് പ്രേരിപ്പിക്കണം. കഴിഞ്ഞ ആഴ്ചയിലെ ദിവസങ്ങളിലെ പ്രാർത്ഥനകളൊക്കെ ക്രമീകരിച്ച, അതിൽ സഹകരിച്ച എല്ലാവരോടുമുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. നിഷയാണ് പ്രാർത്ഥനകൾക്കൊക്കെ നേതൃത്വം നൽകിയത്. ഇന്നലത്തെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയത് നമ്മുടെ യൂത്തുകാരാണ്. യൂത്ത് മൂവ്മെന്റ് ആണ് ഇന്നലത്തെ പ്രാർത്ഥനയുടെ ഭാഗങ്ങൾ കൈകാര്യം ചെയ്തത്. അവരോടുള്ള നന്ദി അറിയിക്കുന്നു. കഴിഞ്ഞ ബുധനാഴ്ചത്തെ പ്രാർത്ഥനയിൽ നേതൃത്വം നൽകിയത് വിമൻസ് ഫെലോഷിപ്പ് അംഗങ്ങളാണ്. അവരോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഹോശാന ഞായറാഴ്ച ആരാധനയിൽ വന്ന് സംബന്ധിച്ച് എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ എൻ്റെ സാന്നിധ്യത്തിൽ ക്രമീകരിച്ച പാസ്റ്ററേറ്റ് കമ്മിറ്റിയോടും പ്രിയപ്പെട്ട എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. രാത്രിയിൽ എല്ലാവർക്കും നല്ല വിശ്രമം നേരുന്നു. ശുഭരാത്രി. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ വൈകിട്ട് നമുക്ക് വീണ്ടും പ്രാർത്ഥനയിൽ ഒത്തുചേരാം. അതുവരെ ദൈവം നമ്മെ എല്ലാവരെയും കാക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൊണ്ട് നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ബൈ. ഗുഡ് നൈറ്റ്. Good night, Acha. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Good night, Acha.